മുത്തതിൻ വാതിൽ തുറക്കപ്പെടും. ഹായ്, ധ്യാൻ ശ്രീനിവാസൻ ദ ഡോൺ. സ്കൂൾ ടൂറ്, കോളേജ് ടൂറ്, എന്താണ് ഈ ഹോം ടൂർ? ഹോം ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടൊക്കെ കണ്ട് നിന്ന് ഇങ്ങനെ ടൂർ പോലെ ഇങ്ങനെ ആസ്വദിക്കാന്നുള്ളതാ. വീടൊക്കെ ആയിരിക്കും ധ്യാൻ ചേട്ടൻ വീട് മൊത്തം തന്നിട്ട് പോവാന്ന് പറയണേ. ടൂറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ പുറത്തുണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് ടൂർ ധ്യാൻ ചേട്ടൻ ഇല്ലേ? ഇല്ല, ഞാനില്ല. ടൂർ കഴിഞ്ഞിട്ട് വരുമ്പോ എന്നെ വിളിച്ചാൽ മതി. ടൂർ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തുണ്ടാവും കേട്ടോ. ഗൈസ്, ധ്യാൻ ചേട്ടൻ പോയി ഗൈസ്. ഓക്കെ, അപ്പം ഇനി ഈ വീട് മൊത്തം നമ്മൾ മാത്രമേ ഉള്ളൂ. ധ്യാൻ ചേട്ടൻ വീട് ഫുൾ കൺട്രോൾ എന്നെ ഏൽപ്പിച്ചിട്ട് ധ്യാൻ ചേട്ടൻ ഇവിടെ നിന്ന് പോയി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷുവിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനാണ് ആക്ച്വലി വന്നത്. അപ്പോൾ ധ്യാൻ ചേട്ടൻ്റെ ഫ്ലാറ്റിലായിരുന്നു നമ്മൾ ഇൻ്റർവ്യൂ നടത്തിയത്. അപ്പോൾ കിട്ടുക്കൻ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫ്ലാറ്റ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചു, ചേട്ടാ ഇതിൻ്റെ ഒരു ഹോം ടൂർ എടുത്തോട്ടെ, കാരണം ഞങ്ങൾക്കൊരു ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഇൻറ്റീരിയറും എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ധ്യാൻ ചേട്ടൻ പറഞ്ഞു ആയിക്കോട്ടെ. പക്ഷേ ധ്യാൻ ചേട്ടൻ ഇത്തിരി തിരക്കുള്ളത് കൊണ്ട് എന്തോ സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളോ എന്തോ തിരക്കൊക്കെ ആയിട്ട് ധ്യാൻ ചേട്ടന് പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് പോയത്. അല്ലെങ്കിൽ ആൾ ഇന്നിവിടെ നിന്ന് ഫുൾ കൗണ്ടർ അടിച്ച് നമുക്ക് ഈ ഫ്ലാറ്റ് മൊത്തം കാണിച്ചു തന്നേനെ. ആദ്യമായിട്ടായിരിക്കും ഒരു ഹോം ടൂർ അതിൻ്റെ ഓണർ ഇല്ലാതെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ധ്യാൻ ചേട്ടൻ ഫുൾ ഫ്രീഡം എനിക്ക് തന്നിട്ട് പോയതുകൊണ്ട് നമുക്ക് ഇന്ന് ഫുൾ ഇവിടെ മൊത്തം കാണാം. അപ്പോൾ ധ്യാൻ ചേട്ടൻ്റെ ഫ്ലാറ്റ് കയറുമ്പോൾ തന്നെ എൻട്രൻസിലുള്ള ലിവിങ് ഏരിയ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു TV പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാൻഡ്, അതുപോലെ തന്നെ ഏതോ വലിയൊരു സ്പീക്കറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുൾ ജാമിങ് ആണെന്ന് തോന്നുന്നു ധ്യാൻ ചേട്ടൻ. അതുപോലെ തന്നെ ഭയങ്കര രസമായിട്ടാണ് സോഫാസ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. 2 കളർ കോൺട്രാസ്റ്റിലാണ് ഇതിൻ്റെ സോഫാസൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഡെക്കറേഷനായിട്ട് വെച്ചേക്കുന്ന ഐറ്റംസും വാൾ പെയിൻറ്റിങ്സ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും അർത്ഥങ്ങളൊക്കെ ഉള്ള വലിയ വലിയ എന്തൊക്കെയോ ഫ്രെയിംസ് ആണ് ഇതൊക്കെ. ധ്യാൻ ചേട്ടന് പോലും അറിയണ്ടാവില്ല കേട്ടോ, അത് വേറെ കാര്യം, ചുമ്മാ ഷോയ്ക്ക് വെച്ചേക്കണായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇതാ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു TV പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് ബാർ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ ഇത് നല്ല രസമുണ്ട്. ഇത് ആക്ച്വലി മാഗ്നറ്റ് ആണ്. നമ്മളിങ്ങനെ വെറുതെ അയ്യോ ധ്യാൻ ചേട്ടൻ എന്നെ കൊല്ലും നശിപ്പിച്ച കണ്ടോ. അപ്പോൾ ഇതൊരു മാഗ്നറ്റിൻ്റെ ഭയങ്കര വലിയ എന്തോ സംഭവമാണ്. ധ്യാൻ ചേട്ടൻ പോലും അറിയണ്ടാവില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയും, കാരണം ധ്യാൻ ചേട്ടൻ അറിയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്ത് സ്പീക്കറാണെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ കയ്യിലൊക്കെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്പീക്കർ കാണുന്നത്. ധ്യാൻ ചേട്ടൻ അതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു ഫാൻ, കാറ്റ് കൊള്ളണമല്ലോ. അപ്പോൾ പിന്നെ TV ഒക്കെ കാണുന്ന ഇവിടെ നിന്ന് ആയതുകൊണ്ട് കിടന്നും ഇരുന്നും ഒക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കാണാം. ഞാനിവിടെ ഒന്ന് ഇരുന്ന് നോക്കാം. നല്ല സോഫയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ ലിവിങ് ഏരിയ ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ആര് കയറി വരുമ്പോഴും ഫസ്റ്റ് കാണുന്നത് ലിവിങ് ഏരിയ ആണല്ലേ. അപ്പോൾ ആ ലിവിങ് ഏരിയ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് ഫുൾ സെറ്റ് ചെയ്തത്. അതും ലൈറ്റൊക്കെ എടുത്ത് പറയണം. ഇവിടെ മേളിൽ ഹാങ് ചെയ്തിട്ടുള്ള ലൈറ്റ്സും അതുപോലെ തന്നെ ഓരോ കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സ് എല്ലാം ഭയങ്കര ഭയങ്കര രസമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ TVയുടെ ബാക്കിലുള്ള ഈ വോളും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നോർമൽ വോളല്ല, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ വോളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മൊത്തത്തിലൊരു ലിവിങ് ഏരിയയുടെ ഇത് വരുന്നത്. കേർട്ടൻസ് ഒക്കെ ആ ഒരു വൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് കേർട്ടൻ ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെയും കുറേ ഫ്ലവർ വേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ വേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്ക്, അത് കരിഞ്ഞിരിക്കുകയാണോ അതോ എൻ്റെ ഫ്ലവർ ആണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഇത് കരിഞ്ഞിരിക്കുകയാണോ നോക്കാം. അല്ല കേട്ടോ, ഇത് ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ തന്നെയാണ്. അപ്പോൾ കുഴപ്പമില്ല, വെള്ളം ഒഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് ഇവിടെയും ഒരു ഫ്ലവർ വേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് സെറ്റ്. നോർമൽ നമ്മളൊരു വീടുകളിൽ നിന്നൊക്കെ കാണുന്നതിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് എല്ലാം ശരിയാക്കിയിട്ടുള്ളത്. ഇവിടെ 2 കിളികളുടെ സംഭവങ്ങളും ഇതൊക്കെ ഈ ലാമ്പാണെന്ന് തോന്നുന്നു. യെസ്, ലാമ്പാണ്. ഇത് കണക്ട് ചെയ്തിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ധ്യാൻ ചേട്ടൻ്റെ ലിവിങ് ഏരിയ. ഇവിടെ ഇരുന്നിട്ടാണ് ധ്യാൻ ചേട്ടൻ നമ്മുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് മോളായിട്ട് സിനിമ കാണുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ മേ ബി അവർ ഇവിടെ ഇരുന്നിട്ടായിരിക്കും സിനിമയൊക്കെ കാണുന്നുണ്ടാവുക. ഇനി നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ഡയറക്റ്റ് പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഫ്ലാറ്റിൻ്റെ ഇതിൽ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഇത് ആക്ച്വലി 2 BHK ഫ്ലാറ്റാണ്. പക്ഷേ നല്ല രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ പാർട്ടീഷനാണ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റും. അയ്യോ ഇങ്ങനെ, യെസ്,
ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഗ്ലാസിന്റെ ഭയങ്കര രസമുള്ള ഒരു പാർട്ടീഷനാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ വീടുകളുടെ ഒക്കെ ഒരു ട്രെൻഡ് ആയിരിക്കും നമ്മൾ ഈ ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോഴുള്ള പാർട്ടീഷൻ. അതൊക്കെ നോർമലി ഇപ്പം നമ്മൾ കാണുന്നത്. പക്ഷെ ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പം എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ TV കാണുന്നവർക്ക് ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഡോറൊക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. മേ ബി അങ്ങനത്തെ ഒരു ഐഡിയയിലൊക്കെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് പാർട്ടീഷൻ. ഇവിടെ നിന്ന് നേരെ വരുന്നത് ഇവിടെ ഒരു വോളാണ്. ഭയങ്കര വലിയൊരു ക്ലോക്ക് കേട്ടോ. സമയത്തിനൊക്കെ സമയം ഭയങ്കര നോക്കുന്ന ഒരാളാണ് നമ്മുടെ ധ്യാൻ ചേട്ടൻ. സമയത്തിനൊക്കെ വില കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ വലിയൊരു ക്ലോക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെന്താ സംഭവം എന്നൊക്കെ അറിയാൻ പാടില്ല. എന്തായാലും നമ്മുടെ ജഗദീഷ് ചേട്ടൻ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഭയങ്കര വിജൃംഭിച്ച വാക്കുകൾ എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര വിജൃംഭിച്ച ഒരു ക്ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര വലിയൊരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ നോർമലി വോളാണ് കണ്ടത്. ഇവിടെ വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വാൾപേപ്പറാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ലൊരു ഡിസൈനിലാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റാൻഡും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരിക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയേഴ്സും നല്ലൊരു ടേബിളൊക്കെ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. ധ്യാൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഇരുന്ന് നോക്കാം. ധ്യാൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ ഒരു ചായ ഇട്ട് തരാൻ പറയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന ടൈമിൽ നമുക്കൊരു ചായ ഇട്ട് തന്നായിരുന്നു. പാവം ചായ ഇട്ട് തന്നു, ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ വാങ്ങി തന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുക. ധ്യാൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതിന് ഒരു ചായയും കൂടി ഇട്ട് തരാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെൽപ്പിന് ഒരു ചേച്ചി ഉണ്ട് കേട്ടോ. ആക്ച്വലി ആ ചേച്ചിയാണ് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ വരണേ. നല്ല ബ്യൂട്ടിഫുൾ, നല്ല ചെയറാണ്. വെച്ചാൽ എല്ലാം ഇപ്പോൾ ചെയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ പല തരത്തിലുള്ള ചെയേഴ്സൊക്കെ ഡിസൈൻ ചെയ്തിട്ടാണല്ലേ നമ്മൾ വെക്കുന്നുണ്ടാവുക. ഇപ്പോൾ സോഫാസ് ആണെങ്കിലും ഇതുപോലെ ഡൈനിങ് ഏരിയയിൽ വരുന്ന ചെയേഴ്സ് എല്ലാം. അപ്പോൾ ഇതും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചെയറാണ്. അതുപോലെ തന്നെ ഇത് മാർബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? അല്ലേ? യെസ്, അതേന്ന് ക്യാമറ ചേട്ടൻ പറഞ്ഞു. ഓക്കെ, മാർബിളാണ്. മാർബിളിൻ്റെ ആണ് ഡൈനിങ് ടേബിളിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഈ സാധനം. ഇനി ഒരു ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര അട്രാക്റ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ ബാൽക്കണി ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ബാൽക്കണി തന്നെയായിരിക്കും. നമുക്ക് ഭയങ്കര നിർബന്ധം നമ്മൾ പറയും എനിക്ക് ഈ വ്യൂ ഉള്ള, നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ പല രീതിയിലുള്ള ബാൽക്കണി വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴും ബാൽക്കണി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരിക്കും ഈവനിങ്ങിനൊക്കെ ഇരിക്കാനും. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫ്ലാറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ബാൽക്കണിയിൽ തന്നെയായിരിക്കും. അപ്പോൾ യെസ്, നമുക്ക് തുറക്കാം. ഭയങ്കര അടിപൊളി വ്യൂ ആണ്. അയ്യോ, ഇതെങ്ങനെ തുറക്കണേ? ഇങ്ങോട്ടാ, ഇത് ലോക്കാ. ഒന്നും കൂടെ. ഇതൊന്നും ഇടല്ലേട്ടാ, ഇടരുത് പ്ലീസ്. സോറി, ഇതെങ്ങനെ തുറക്കണ്ടേന്ന് അറിയില്ലായിരുന്നു. ഓക്കെ, തുറന്നപ്പോൾ തന്നെ നല്ല കാറ്റ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണി. നമുക്ക് കിട്ടില്ലൻ വ്യൂ ആണ്. നമുക്ക് ഇവിടെ നിന്ന് എല്ലാ കാഴ്ചയും കാണാം. ഇത് ആക്ച്വലി ട്രിവാൻഡ്രത്തെയാണ് ഈ ഫ്ലാറ്റ് ധ്യാൻ ചേട്ടൻ്റെ. അപ്പോൾ ഒട്ടുമിക്ക ട്രിവാൻഡ്രം മൊത്തത്തിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. യെസ്, അവരെ കണ്ടു. ഇതാണ് വ്യൂ. ഇവിടെ ദേ വോളിൽ ഇങ്ങനെ ഇവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു പ്ലാന്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒന്നും വേണ്ട, ബിക്കോസ് ബാൽക്കണി എന്ന് പറയുമ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു ഇരുട്ട് ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് അതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഒരു ലൈറ്റ് ഇങ്ങനെ 4 ലെയറിൽ വരുന്ന ഒരു ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഓക്കെ, ഇവിടെയും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് വോളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ സ്ഥലങ്ങളും എങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് വെക്കാം, അതായത് പ്ലെയിൻ ആക്കാതെ ലൈക്ക് ജസ്റ്റ് പ്ലെയിൻ വോൾ അല്ലാതെ അവിടെ ഓരോ സ്ഥലങ്ങളിലും ഓരോന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് ചേച്ചിയായിട്ട് മോളൊക്കെ ആയിട്ട് ധ്യാൻ ചേട്ടൻ ഇവിടെ നിന്നായിരിക്കും ചായ കുടിക്കുന്നുണ്ടാവാം. ബാൽക്കണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലമല്ലേ. നമ്മുടെ മേ ബി കുറേ സംസാരിക്കുന്നതൊക്കെ ഇവിടെ ഇരുന്നിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാൽക്കണി വ്യൂ. എനിക്കൊന്നും റൂംസിലൊക്കെ ബാൽക്കണി ഉണ്ട്, പക്ഷേ ഏറ്റവും എല്ലാ ഫ്ലാറ്റിലും കാണുന്ന പോലെ മെയിൻ ബാൽക്കണി ഇതാണ് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്നു. ഇവിടെയും ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ, പക്ഷെ നല്ല മെറ്റൽ എന്തോ ആണ് ഇത് സംഭവം. അതും നല്ല ഈ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ആക്ച്വലി ഹെയർ ഡെക്കറേഷനൊക്കെ നമ്മൾ വെക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സംഭവമാണിത്. ഇത് എനിക്ക് തോന്നുന്നു ആർട്ടിഫിഷ്യൽ ആണെന്നാണ് തോന്നുന്നത്.
ഓക്കെ, ഇത് ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അവിടെ നമ്മൾ ഗ്ലാസ് പാർട്ടീഷനാണ് കണ്ടത്, പക്ഷെ ഇവിടെ വരുമ്പോഴേക്കും മിറർ വെച്ചിട്ടുള്ളൊരു പാർട്ടീഷനാണ് കേട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ ഭംഗിയൊക്കെ ഇവിടെ ഇങ്ങനെ ഒന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഫുൾ ഇങ്ങനെ ബോക്സ് രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രീതിയിൽ നല്ലൊരു കളർ പാറ്റേണിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നല്ല രസമില്ലേ? നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കണ്ണാടി നോക്കാം. നമ്മൾ റൂമിൽ നിന്നൊക്കെ ഒരുങ്ങി വേഗം പെട്ടെന്നൊക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിട്ട് വേണമെങ്കിൽ പോവാം. പക്ഷെ എന്തായാലും നല്ല ഐഡിയ ആയിട്ടുണ്ട്. 2 പാർട്ടീഷനും, ആ ഗ്ലാസിൻ്റെ പാർട്ടീഷനും ഈ മിററിൻ്റെ പാർട്ടീഷനും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് വരുമ്പോൾ ഇവിടെയും ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ 2 സോഫാസ് ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ധ്യാൻജി വെള്ളം അടിക്കുന്നതെന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു JD ഇവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ആ ജാക്ക് ഡാനിയൽ ഒന്ന് സൂം ചെയ്യും. ഇവിടെ ഒരു JD ഇരിപ്പുണ്ട്. അത് ധ്യാൻ ചേട്ടൻ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ധ്യാൻ ചേട്ടൻ എന്തായാലും ഇവിടെ നടിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് അങ്ങനത്തെ കലാപരിപാടികളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം. പിന്നെ ഇവിടെ 2 സോഫാസ് വെച്ചിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ഒരു ബാൽക്കണി ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല. അവിടെ ഒരു ട്രെഡ്മില്ല് വെച്ചിട്ടുണ്ട്. ഓടുന്നുണ്ടെന്നൊക്കെ തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല. കാരണം ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞു മടിയാണ്, വർക്കൗട്ട് ചെയ്യാനൊക്കെ ചില സമയം ഭയങ്കര മടിയാണെന്ന് പറഞ്ഞു. മേ ബി ചേച്ചിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അറിയില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ട്രെഡ്മില്ലും വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഇവിടെയാണ് വാഷ് ഏരിയ വരിക. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു മിറർ, അതായത് ഒരു സൈഡിലേക്കാണ് മിറർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു വാഷ് ബേസിനുമാണ് വെച്ചിട്ടുള്ളത്. ഇവിടെയും ഒരു പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഇവിടുത്തെ വോളാണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാഷ് ഏരിയയും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൈ കഴുകിയിട്ടൊക്കെ കൈയൊക്കെ കഴുകി പയ്യെ പോവാം. അപ്പം നമ്മൾ വാഷ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വോളുണ്ട്. ഈ വോളിൽ നിറച്ചും ലൈക്ക് ഫോട്ടോ ഫ്രെയിംസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്താണെന്നൊന്നും എനിക്കറിയില്ല. ലൈക്ക് ഹോം ഇസ് വെയർ യു വൈഫൈ കണക്ട്സ് ഓട്ടോമാറ്റിക്കലി. കറക്റ്റ് അല്ലേ? നമ്മൾ എപ്പോൾ നമ്മുടെ വീട്ടിൽ വൈഫൈ ഉള്ള വീട്ടിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വൈഫൈ കണക്റ്റ് ആവും. യെസ്, അതുപോലെ തന്നെ ഇവിടെയും ഒരു കോട്ടിലൊരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. കുറേ ഫ്രെയിംസ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വോൾ, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിൽ മിക്കതും അങ്ങനെ പ്ലെയിൻ ആയിട്ടല്ല ഇരിക്കുന്നത്. അവരെന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പ്ലേസ് ചെയ്തിട്ട് അത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള വീടും ഒക്കെ ഫാഷൻ ആണെങ്കിലും ഇത് വേറൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്ലാറ്റ് 2 BHK ആണ്. അപ്പോൾ 2 ബെഡ്റൂംസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇത് വരുന്നത്. അതായത് നമ്മൾ വാഷ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ 2 ബെഡ്റൂംസും ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ഈ ബെഡ്റൂമിലേക്ക് നോക്കാം. ഈ ബെഡ്റൂം കണ്ടിട്ട് ഏകദേശം ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാധ്യയുടെ ബെഡ്റൂമാണിത്. അവൾ ഒറ്റയ്ക്ക് കിടക്കാറൊന്നും ആയിട്ടുണ്ടാവില്ല, പക്ഷേ മുന്നേ പ്ലാൻ ചെയ്ത് അവൾക്ക് വേണ്ടിയുള്ള. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് ധ്യാൻ ശ്രീനിവാസൻ. ധ്യാനിന്റെ വീഡിയോകളെല്ലാം നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറുന്നത്. സഹോദരൻ വിനീത് ശ്രീനിവാസന് പിന്നാലെയാണ് ധ്യാൻ സിനിമയിലേക്ക് എത്തിയത്. സംവിധായകനും നിർമ്മാതാവും ഒക്കെയായി ധ്യാൻ മാറി. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തിര എന്ന ചിത്രത്തിലൂടെയാണ് ധ്യാൻ ശ്രീനിവാസൻ ആദ്യമായി പുതുമുഖമായി നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അങ്ങനെ വിനീത് ശ്രീനിവാസന്റെ അനിയനും ശ്രീനിവാസന്റെ മകനും എന്ന ലേബലിൽ തന്നെ ധ്യാൻ ശ്രീനിവാസൻ സിനിമയിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തി. പിന്നീട് നല്ലൊരു പ്രൊഡ്യൂസറും ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയുടെ നിർമ്മാതാവും മറ്റു സിനിമയുടെ സംവിധായകനും അങ്ങനെ പല പല മേഖലകളിലായി ധ്യാൻ ശ്രീനിവാസൻ നമ്മുടെ ഹൃദയത്തെ കീഴടങ്ങിക്കൊണ്ടിരുന്നു. മാത്രമല്ല ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് ഇന്റർവ്യൂ സ്റ്റാർ എന്ന ലേബലിലാണ്. ഇന്റർവ്യൂ സ്റ്റാർ എന്ന ലേബൽ എന്ന് പറയുമ്പോൾ ഇന്ന് ഏറ്റവും അധികം ഇന്റർവ്യൂകളിൽ പൊട്ടിച്ചിരിപ്പിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും, രാഷ്ട്രീയമാണെങ്കിലും കലാരംഗത്തെ ആണെങ്കിലും സാമൂഹിക കാര്യം എന്ത് കാര്യമാണെങ്കിലും അതിമനോഹരമായി തന്നെ ലളിതമായി കോമഡിയായി നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഒരാൾ കൂടിയാണ് ധ്യാൻ ശ്രീനിവാസൻ. പ്രണയവിവാഹമായിരുന്നു ധ്യാനിൻ്റെതും അർപ്പിതയുടേതും. ഇവർക്കൊരു മകളാണുള്ളത്. അധികം ഫോട്ടോസ് ഒന്നും മകളുടേതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുടുംബ ചിത്രങ്ങൾ ഇടുന്ന ഒരാളെയല്ല. ധ്യാനിൻ്റെയും അർപ്പിതയുടെയും മകളുടെയും കൂടെയുള്ള കുടുംബ ചിത്രങ്ങൾ വളരെ വിരളമായി മാത്രമേ മലയാളികൾ കണ്ടിട്ടുള്ളൂ. ആരാധകർ പോലും ധ്യാനിൻ്റെ ചിത്രങ്ങളാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. എന്നാൽ ധ്യാനിൻ്റെ ഹോം ടൂർ കാണുമ്പോൾ വളരെ മനോഹരമായി തന്നെ തൻ്റെ കുടുംബത്തിന് വേണ്ടി ധ്യാൻ ഒരുക്കിയിരിക്കുന്ന ഒരു കുഞ്ഞു സ്വർഗം തന്നെയാണ് നമ്മൾ കാണുന്നത്. മകൾക്ക് വേണ്ടി ഒരു 5 സ്റ്റാർ ഹോട്ടൽ മോഡൽ സെറ്റപ്പ് തന്നെയാണ് ആ വീടിനുള്ളിൽ ധ്യാൻ ഒരുക്കിയിരിക്കുന്നത്.
ഇന്നത്തെ യുവതാരങ്ങൾക്കുൾപ്പെടെ, അതായത് താരങ്ങളുടെ മക്കൾക്കുൾപ്പെടെ ദിലീപ് എന്ന നടനോടും മനുഷ്യനോടുമൊക്കെ വലിയ സ്നേഹമാണുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിന് പങ്കെടുത്ത ദിലീപിനെ കുറിച്ച് ആ ചടങ്ങിന് തന്നെ എത്തിയ ധ്യാൻ തുറന്ന് സംസാരിച്ചത് കേട്ടപ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. പ്രസംഗത്തിന് ഏറ്റവും അവസാനമായിട്ടാണ് താൻ വന്ന് ഒരു വിളി വിളിച്ചപ്പോഴേക്കും ചടങ്ങിനെത്തിയ ദിലീപിനെ കുറിച്ച് ധ്യാൻ പറഞ്ഞത്. അത് അല്പം ബഹുമാനവും സ്നേഹവും എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ടുള്ള സംസാരം തന്നെയായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം പലരും വിളിക്കാറുണ്ട്, കാണണമെന്ന് പറയാറുണ്ട്. പക്ഷേ എല്ലാ മാസവും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ തീർച്ചയായും ദിലീപേട്ടൻ്റെ ഒരു കോൾ ഉണ്ടാവും. എല്ലാം ഓക്കെ അല്ലേ, അമ്മ ഓക്കെ അല്ലേ, നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അച്ഛൻ പോയതിനു ശേഷം ഇതുവരെ ഒരാൾ പോലും വീട്ടിലേക്ക് വരികയോ കാണുകയോ ഉണ്ടായിട്ടില്ല. പക്ഷേ ദിലീപേട്ടൻ ഒരു ദിവസം എന്നെ വിളിച്ചു. എനിക്കൊന്ന് അമ്മയെ കാണണം, നീ അവിടെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. ഞാൻ കാവ്യയുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ് ദിലീപേട്ടൻ വിളിച്ചു പറഞ്ഞത്. പക്ഷെ പിന്നീട് 3-4 തവണ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. അതുകൊണ്ട് മാത്രം അദ്ദേഹം വന്നില്ല. അച്ഛൻ പോയിട്ടും ദിലീപേട്ടന്റെ കരുതലും സ്നേഹവും ഇപ്പോഴും ഉണ്ട് എന്നാണ് ധ്യാൻ പറഞ്ഞത്. ഈ ചടങ്ങിന് വേണ്ടി വരണമെന്ന് ഒരു കോൾ ചെയ്തപ്പോഴേക്കും അദ്ദേഹം എത്തിയെന്നും ധ്യാൻ പറയുന്നു. ധ്യാനിനെയും വിനീതിനെയും ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായി ഞാൻ കരിയർ ആരംഭിച്ചതു മുതൽ ശ്രീനിയേട്ടനുമായി എനിക്ക് നല്ല ബന്ധമാണ്. ഞാൻ എന്നും ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന ശ്രീനിയേട്ടന്റെ മക്കൾ എന്ന സ്നേഹം അവരോടുണ്ട് എന്നാണ് ദിലീപ് പറഞ്ഞത്.